ഇരിക്കുന്ന സമയത്ത് അറ്റൻഡൻസ് ബുക്കിൽ ഒപ്പിടുന്നുണ്ടായിരുന്നു കൗൺസിലർമാർ. ഈ സമയത്താണ് BJP കൗൺസിലർമാരുടെ ഭാഗത്ത് നിന്ന് അറ്റൻഡൻസ് ഗൂഢാലോചനയാണ്. അത് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ല. എന്നെയാണ് ശബരിനാഥ് കയ്യേറ്റം ചെയ്തത്. നിങ്ങൾ കാണുന്നില്ലേ? അവരുടെ ഒപ്പിട്ട് നിങ്ങളെ മീഡിയയിലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ ഒപ്പിടുന്നില്ല. അല്ല, നമ്മളെ ഹാജർ ബുക്ക് ഞങ്ങൾക്ക് വേണം ഒപ്പിടാൻ. അവരുടെ മണിക്കൂറോളം വെച്ചിരിക്കും. അത് ശബരിനാഥ് എന്നെ അടിച്ച് എന്നെ ആക്രമിച്ചത്. അല്ല, ആരോപണ തെളിവുണ്ടോ? എന്തെങ്കിലും ഇതായി കണ്ടില്ലേ? ആരാണ് ആക്രമിച്ചത്? ഹാജർ ബുക്ക് എനിക്ക് ഞാൻ ഒപ്പിടണ്ടേ? അവര് ഒപ്പിട്ടത് നിങ്ങളെ മീഡിയയെ കാണിച്ചുകൊണ്ട് മണിക്കൂറോളം നിൽക്കുകയല്ലേ? ഒരു ഒപ്പിടാൻ എത്ര മണിക്കൂർ വേണം? മാത്രമല്ല, ഈ ഹാജർ ബുക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയർപേഴ്സണാണ്. നഗരസഭയുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് അധികാരപ്പെട്ട കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഈ ഹാജർ ബുക്ക് അവർ തിരുത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ഹാജർ ബുക്ക് തട്ടിയെടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഏത് കൌൺസിലർക്കാണ് അധികാരമുള്ളത്? അവരുടെ മുന്നിൽ ആകെ അതിന് ഹാജരായെന്നുള്ള ഒപ്പിടാൻ മാത്രമേ അധികാരമുള്ളൂ. ആ ഹാജർ ബുക്ക് തിരുത്താനാണ് അവർ ശ്രമിച്ചത്. അതിലെ പേജുകൾ വലിച്ചു കീറാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു ചെയർപേഴ്സണ് സാധ്യമല്ല. നഗരസഭയുടെ അധികാരപ്പെട്ട ചെയർപേഴ്സൺ അത് ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹാജർ ബുക്കിനെ സംരക്ഷിക്കുന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് ശ്രീ ശബരിനാഥൻ അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന രീതിയിലാണ് ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിശ്വാസം നാടകം പൊളിഞ്ഞിരിക്കുന്നു. അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഒന്നിച്ച് നടത്തിയിരിക്കുന്ന ഈ നാടകം ഇന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ മാധ്യമ സുഹൃത്തുക്കൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഈ ശബരിനാഥ് ചില വനിതാ കൌൺസിലർമാരെ മാത്രം മുന്നിൽ നിർത്തി കളിക്കുന്ന ഈ നാണംകെട്ട പരിപാടിക്കെതിരെ BJPയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, സമരങ്ങളും ഉണ്ടാവും.